വൈകുന്നേരം വെയിലൊക്കെ ആറിയപ്പോൾ ഞാനും ആദർശം കൂടി വിഷു ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങി. നേരെ ചെന്നത് ഇതാ വീടിനടുത്തുള്ള റിലയൻസിലേക്കാണ്. അവിടെ ടോപ്പുകളൊക്കെ നോക്കി. അങ്ങനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന തരത്തിലുള്ളതൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും മൊത്തമായി അരിച്ച് പറക്കി നോക്കിയേ. കുറച്ച് വലിയ ഷോപ്പിംഗ് ആയിരുന്നു. അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നേ. അങ്ങനെ അവിടുന്ന് ഡ്രസ്സ് കിട്ടൂല എന്ന് മനസ്സിലായപ്പം കുറച്ച് ഫേസ് വാഷും ബോഡി വാഷൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ നേരെ എരഞ്ഞിപ്പാലത്തുള്ള മാക്സിലേക്ക് വിട്ടു. മാക്സിലെത്തിയപ്പോൾ ആണെങ്കിൽ നമുക്ക് ടോപ്പുകളൊന്നും അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ഒരുപാട് ടീഷർട്ടുകൾ ഉണ്ടായിരുന്നു. അങ്ങനെ ആദർശനും മക്കൾക്കും ഉള്ളതൊക്കെ അത്യാവശ്യം കുറച്ചെണ്ണം വാങ്ങിച്ചു. ടീഷർട്ടൊക്കെ നല്ലതായിരുന്നേ. എന്തായാലും ഷോപ്പിങ്ങിൽ അധികം താല്പര്യം പ്രകടിപ്പിക്കാത്ത ആദർശം ഇപ്രാവശ്യം നന്നായി കിണഞ്ഞ് നോക്കുന്നുണ്ടായിരുന്നേ. അല്ലെങ്കിൽ വാങ്ങിയിട്ട് വീട്ടിൽ പോകാൻ പറ്റില്ല എന്ന് അവനെ അറിയാം. അതുകൊണ്ട് നന്നായി അരിച്ച് പെറുക്കി നോക്കി. ടീഷർട്ടുകളൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കിട്ടി. ടോപ്പ് നല്ലതല്ലാഞ്ഞിട്ടല്ല, ഞങ്ങൾക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടാഞ്ഞിട്ടാണ്. അങ്ങനെ അവിടുന്ന് കിട്ടിയ സാധനങ്ങളൊക്കെ ബില്ലാക്കി മാക്സിനോട് ബൈ പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിയത് നേരെ സൂര്യ സിൽക്സിലേക്കാണ്. അവിടെ പോയാലും എല്ലാ സാധനങ്ങളും ഒരുമിച്ച് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങോട്ട് പോയത്. അവിടെ ചെന്നപ്പോഴാണെങ്കിലോ ഒരു കല്യാണത്തിനുള്ളതിനെക്കാട്ടും കൂടുതൽ ആൾക്കാർ അവിടെ തന്നെ ഓൾറെഡി ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പക്ഷേ അങ്ങോട്ട് ഒരു വൈബ് പിടിക്കാൻ പറ്റാത്തതിനോണ്ട് ഞങ്ങൾ മെല്ലെ ഇറങ്ങിയിട്ട് ഞങ്ങളുടെ സ്വന്തം അനന്തു ടെക്സ്റ്റൈൽസിലെത്തിയേ. കോഴിക്കോടുള്ളവർക്കൊക്കെ അതേ അറിയായിരിക്കും. ഒരു കുഞ്ഞു ഷോപ്പാണ്. എല്ലാം ഇവിടുന്ന് കിട്ടി.